Good morning. Good morning, ma'am. Good morning, Miss. Morning, ma'am. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ എടുത്ത് നിർത്തിയത്? അക്രഡിറ്റേഷന്റെ Surprise assessment. സർപ്രൈസ് അസസ്മെന്റ് കംപ്ലീറ്റ് ആയിരുന്നു. സർപ്രൈസ് അസസ്മെന്റ് മിസ് പറഞ്ഞായിരുന്നോ? Complete ചെയ്തു. കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. ഓക്കെ, അപ്പൊ സർപ്രൈസ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസില് എന്ത് ചെയ്യുന്നു? ആനുകാലികമായിട്ട് നാം എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേഷൻസ് നടത്തും അല്ലെ? അത് അവിടുത്തെ കൃത്യമായിട്ട് ആ ഒരു അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്സ് അവർ ഏത് സമയവും ആ ഒരു ഹോസ്പിറ്റലിൽ അക്രഡിറ്റഡ് ആയിട്ടുള്ള സമയം മുതൽ മുഴുവൻ സമയവും അത് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നാം ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള സർപ്രൈസ് അസസ്മെന്റുകൾ നടത്തും. അങ്ങനെ സർപ്രൈസ് അസസ്മെന്റുകൾ നടത്തുമ്പോൾ കൃത്യമായിട്ട് നമുക്ക്, അല്ലെങ്കിൽ അതുപോലെ തന്നെ വേറൊരു രീതിയിൽ സർപ്രൈസ് അസസ്മെന്റ് ക്യാൻ ഓൾസോ ഹാപ്പനിങ് റെസ്പോൺസ് ടു അഡ്വേഴ്സ് മീഡിയ റിപ്പോർട്ടുകൾ അല്ലെ? അത് പ്രതികൂലമായിട്ടുള്ള മീഡിയ റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ടോ എന്ത് ചെയ്യാം? നാം ചിലപ്പോൾ പെട്ടെന്ന് സർപ്രൈസ് വിസിറ്റുകളൊക്കെ നടത്തിയേക്കാം. അല്ലാതെയും ആനുകാലികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന സർപ്രൈസ് അസസ്മെന്റുകൾ നാം നടത്താറുണ്ട്. അത് അവിടുത്തെ കൃത്യമായ ഓരോരോ ക്വാളിറ്റി മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് എല്ലാ ഇടങ്ങളിലും ഇപ്പോഴും പാലിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ്. അത് കഴിഞ്ഞ് അടുത്തതായിട്ട് ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. നെക്സ്റ്റ് പറയുന്നത് ഗൈഡ് ലൈൻസ് ഫോർ യൂസിങ് ദ അക്രഡിറ്റേഷൻ മാർക്ക്. അക്രഡിറ്റേഷൻ മാർക്ക് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങളാണ് പറയുന്നത്. അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് guidelines related to display NAB, logo or accreditation mark are adhered. അതായത് നമുക്ക് ഒരു അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് കൃത്യമായിട്ട് ഒരു നാബിന്റെ ലോഗോ അല്ലെങ്കിൽ ഒരു അക്രഡിറ്റേഷൻ മാർക്ക് കിട്ടും അല്ലെ? കണ്ടിട്ടില്ലേ നിങ്ങള്? നമ്മൾ പഠിച്ചായിരുന്നല്ലോ, നമ്മൾ ആ ഒരു 5 എണ്ണം പഠിച്ചപ്പോ അതിന്റെ കൂടെ ആ ഒരു ലോഗോന്റെ പിക്ചറും കൂടി ഉണ്ടായിരുന്നു. കണ്ടിരുന്നോ? ശ്രദ്ധിച്ചിരുന്നോ? എന്താണ് ഒരു റിപ്ലൈ ചെയ്യാത്തെ? കണ്ടോ? നാബിന്റെ ലോഗോ കണ്ടോ? അങ്ങനെ ഓരോന്നിന്റെയും ഓരോരോ ലോഗോ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു അക്രഡിറ്റേഷൻ മാർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ലോഗോ പ്രകാരം ഈ പറയുന്ന നമുക്ക് ആ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ആ ഒരു ലോഗോ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് അങ്ങനെ ആ ഒരു ലോഗോ അല്ലെങ്കിൽ ആ ഒരു അക്രഡിറ്റേഷൻ മാർക്ക് പാലിക്കുന്നതുമായി അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ട കുറച്ച് ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഈ അക്രഡിറ്റഡ് ഹോസ്പിറ്റൽസ് ആ നാബിന്റെ ലോഗോ അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ മാർക്ക് ചെയ്യണം, ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. Any misuse of the logo or accreditation mark can lead to adverse action being taken against the hospital by NAB besides legal action. അപ്പൊ ഈ പറയുന്ന ലോഗോ, അക്രഡിറ്റേഷൻ ലോഗോ അല്ലെങ്കിൽ ആ ഒരു അക്രഡിറ്റേഷൻ മാർക്ക് മിസ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ can lead to adverse action being taken against the hospital by NAB besides legal action. അപ്പൊ നാബ് എടുക്കുന്ന നിയമപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ആക്ഷൻസിന് പുറമെ ചില പ്രതികൂലമായിട്ടുള്ള നടപടികൾ കൂടി നാബ് അതിലേക്ക് നയിച്ചേക്കാം. ഇപ്പൊ ഇവർക്ക് വീഡിയോ, അതായത് ഈ ഒരു നാബിന്റെ ലോഗോ അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ മാർക്ക് ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ലീഗലായിട്ടുള്ള നിയമപരമായ നടപടിക്രമങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാം. അത് കൂടാതെ ഇവരുടെ അക്രഡിറ്റേഷൻ മുതലായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കാം. അതുപോലെ മറ്റു രീതിയിലുള്ള ലൈസൻസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അങ്ങനെയുള്ള ഒരുപാട് പ്രതികൂല പ്രവർത്തനങ്ങളിലേക്കും ഇങ്ങനെയുള്ള ഇത് മിസ്യൂസ് ചെയ്യുന്നത് നയിച്ചേക്കാം. So hospitals are requested to view guidelines related to use NAB, logo or accreditation mark by visiting the following link. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ഒരു അക്രഡിറ്റേഷൻ മാർക്ക് അല്ലെങ്കിൽ ലോഗോ എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം, എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ ആ ഹോസ്പിറ്റലിന് ഈ ഒരു ലിങ്കിലൂടെ കയറിയാൽ കൃത്യമായിട്ട് അതിനനുസരിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യും. അതിനനുസരിച്ചായിരിക്കണം അത് ഉപയോഗിക്കേണ്ടത്. ഉപയോഗം ചെയ്താൽ അതിനനുസരിച്ചുള്ള നിയമ നടപടികൾക്ക് ആ സ്ഥാപനം വിധേയരാക്കേണ്ടതായിട്ട് വരും. There are no guidelines for using the accreditation mark.
റിപ്ലൈ ചെയ്തേ. എന്താണ്, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് സ്റ്റാൻഡേർഡ് എഗ്രിമെന്റ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് സ്റ്റാൻഡേർഡ് എഗ്രിമെന്റില് ഹോസ്പിറ്റൽ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഉടമ്പടി അല്ലെങ്കിൽ ഒരു കരാറ് അല്ലെ. ഇവിടെ hospital accredited by NAB has to enter into an agreement with NAB from the date of accreditation. എന്നാണോ, അതായത് അക്രഡിറ്റേഷൻ കിട്ടിയ ഡേറ്റ് അല്ലെങ്കിൽ തീയതി മുതൽ നാബുമായിട്ട് ഈ ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നു, ഒരു കരാറിൽ അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുകയാണ് ചെയ്യുക. Then the certification of accreditation will be dispatched to the hospital only after this agreement has been received by NAB secretariat. ഇനി ഈ ഒരു അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് will be dispatched അല്ലെങ്കിൽ ഇവർക്ക് അയക്കുന്നത് എന്നായിരിക്കും, hospital only after this agreement has been received by NAB secretariat. NAB secretariatലേക്ക് ഈ ഒരു എഗ്രിമെന്റ് കിട്ടുന്നത് എന്നാണോ, അല്ലെങ്കിൽ അവരവിടെ എന്നാണോ ആ ഒരു എഗ്രിമെന്റ് സ്വീകരിക്കുന്നത്, അതിനുശേഷമായിരിക്കും ആ ഹോസ്പിറ്റലിലേക്ക് ഈ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കുകയുള്ളൂ. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. സ്റ്റാൻഡേർഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു നാബില് എന്നാണോ അക്രഡിറ്റേഷൻ നാബിൽ നിന്നും ആ ഹോസ്പിറ്റലിൽ എന്നാണോ അക്രഡിറ്റേഷൻ കിട്ടുന്ന ആ തീയതി മുതൽ നമ്മൾ ഈ നാബുമായിട്ട് ആ ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ഒരു കരാർ അല്ലെങ്കിൽ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. ആ ഒരു കരാർ അല്ലെങ്കിൽ ആ ഒരു എഗ്രിമെന്റിന്റെ കോപ്പി കൃത്യമായിട്ട് നാബിന്റെ സെക്രട്ടേറിയറ്റിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കുകയും ആ സെക്രട്ടേറിയറ്റിലേക്ക് ആ ഒരു എഗ്രിമെന്റ് റിസീവ് ചെയ്തതിനു ശേഷം മാത്രമേ ആ ഒരു അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ഈ ഹോസ്പിറ്റലിലേക്ക് അയച്ചു നൽകുകയും ചെയ്യുന്നുള്ളൂ. Hospitals are requested to view സ്റ്റാൻഡേർഡ് എഗ്രിമെന്റ് ബൈ വിസിറ്റിംഗ് ദ ഫോളോയിങ് ലിങ്ക്. ഈ താഴെ കാണുന്ന ലിങ്കിലൂടെ എങ്ങനെയാണ് ഒരു സ്റ്റാൻഡേർഡ് എഗ്രിമെന്റ് തയ്യാറാക്കേണ്ടത്, അതെങ്ങനെയാണ് ഇവിടേക്ക് അയച്ചു കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ ആ ഹോസ്പിറ്റലിന് ഈ ഒരു വെബ്സൈറ്റിലൂടെ കയറി നോക്കിയാൽ മനസ്സിലാവുന്നതുമാണ്. സ്റ്റാൻഡേർഡ് എഗ്രിമെന്റ് അല്ലെങ്കിൽ ഉടമ്പടി എന്ന് പറഞ്ഞാല് നാബും ആ അക്രഡിറ്റഡ് ഹോസ്പിറ്റലും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ആ ഒരു എഗ്രിമെന്റിന്റെ ആ ഒരു പകർപ്പും കാര്യങ്ങളും നമ്മൾ നാബിന്റെ സെക്രട്ടേറിയറ്റിലേക്ക് അയച്ചു കൊടുക്കുന്നത് വഴി ആ ഒരു എപ്പോഴാണോ ആ ഒരു സെക്രട്ടറിയിലേക്ക് അത് റിസീവ് ചെയ്യുന്നത്, അതിനുശേഷമായിരിക്കും ആ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് അക്രഡിറ്റേഷൻ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് അവരെ അയച്ചു കൊടുക്കുക. ക്ലിയർ ആണോ സ്റ്റാൻഡേർഡ് എഗ്രിമെന്റ്? ഓക്കെ. അടുത്തത് ഡിസ്ക്ലെയിമർ ഓർ ഇൻഡെമിനിറ്റി. ഡിസ്ക്ലെയിമർ ഓർ ഇൻഡെമിനിറ്റി എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക അല്ലെങ്കിൽ നഷ്ടപരിഹാരം. നമുക്കറിയാം, ഇപ്പൊ NAB reserve the right to act or even cancel the accreditation awarded to a hospital in following condition. ഒരു നാബിന് ഈ പറയുന്ന ഒരു അധികാരമുണ്ട്. എന്ത് അധികാരമാണ്? നമുക്ക് നാബിന് എന്ത് ചെയ്യാം? റൈറ്റ് ടു ആക്ട്, അതായത് ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് അവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അംഗീകാരങ്ങൾ കൊടുക്കാനുള്ള ഒരു അവകാശമുണ്ട് അല്ലെ. ആ ഇവൻ ക്യാൻസൽ, ഈ കൊടുത്ത അംഗീകാരങ്ങൾ റദ്ദാക്കാനുമുള്ള ഒരു അവകാശം ആർക്കുണ്ട്? നാബിനുണ്ട്. കൊടുക്കാൻ മാത്രമല്ല, നാബിന് വേണമെങ്കിൽ അംഗീകാരങ്ങള് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ ആ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാം. അതോടൊപ്പം തന്നെ ആ സ്ഥാപനങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ആ പറയുന്ന അംഗീകാരങ്ങൾ റദ്ദാക്കാനും ഈ ഒരു നാബിന് എന്താണ് റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങൾ ഉണ്ടായിരിക്കും. ആൻഡ് ക്യാൻസൽ അക്രഡിറ്റേഷൻ അവാർഡ് ടു എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന് അവാർഡ് ചെയ്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് ലഭ്യമായിട്ടുള്ള ഒരു അംഗീകാരത്തെ ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ അംഗീകാരം കൊടുക്കാനോ ഈ നാബിന് അവകാശം ഉണ്ടായിരിക്കും. ആ ഒരു അവകാശം നാബിൽ നിക്ഷിപ്തമാണ്. ഏതൊക്കെ കണ്ടീഷനുകളിലാണ് ഒരു നാബിന് ആ ഒരു അംഗീകാരങ്ങൾ ക്യാൻസൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അവകാശം ആ ഒരു റദ്ദാക്കേണ്ടി വരുന്ന കുറെ സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത് ഇഫ് ദ റിക്വയർഡ് ഫീസ് നോട്ട് പെയ്ഡ് ഓൺ ടൈം. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു അല്ലെ, എല്ലാ വർഷവും വാർഷിക ഫീസ് ആനുവൽ ഫീസ് അടയ്ക്കണം നാബിലേക്ക് അല്ലെ, പറഞ്ഞില്ലേ? ഇതൊക്കെ മനസ്സിലല്ലേ നമ്മള്. അപ്പൊ നാബിലേക്ക് അങ്ങനെയുള്ള ആവശ്യമായിട്ടുള്ള ഫീസ് കൃത്യസമയത്ത് ഇവര് അടച്ചില്ല എങ്കിൽ നാബിന് എന്ത് ചെയ്യാം? ആ ഒരു അക്രഡിറ്റേഷൻ ക്യാൻസൽ ചെയ്യാം അല്ലെങ്കിൽ റദ്ദാക്കാം. അതായത് ആ ഒരു റൈറ്റ് ഇവർക്കുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ അവിടെ എന്താണ് ഒന്നാമത്? ഇഫ് ദ റിക്വയർഡ് ഫീസ് ഈസ് നോട്ട് പെയ്ഡ് ഓൺ ടൈം. ആവശ്യമായിട്ടുള്ള കൃത്യമായ ഫീസ് യഥാസമയം അടച്ചില്ല എങ്കിൽ, കൃത്യസമയത്ത് അടച്ചില്ല എങ്കിൽ
വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നാബിന് ആ ഒരു അംഗീകാരം റദ്ദാക്കാം. രണ്ടാമത്തത് എനി അഡ്വേഴ്സ് ആക്ഷൻ ടേക്കൺ ബൈ എനി റെഗുലേറ്ററി ബോഡീസ് എഗെയിൻസ്റ്റ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിനെതിരായിട്ട്, അതായത് ഇപ്പോ കൃത്യമായിട്ട് പൊല്യൂഷൻസോ കാര്യങ്ങളോ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് കൃത്യമായിട്ട് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും റെഗുലേറ്ററി ബോഡീസിന്റെ ഭാഗത്ത് എന്തെങ്കിലും അഡ്വേഴ്സ് ആയിട്ടുള്ള ആക്ഷൻസ്, പ്രതികൂല നടപടികൾ ആ സ്ഥാപനത്തിനെതിരെ ഉണ്ടായെന്ന് വിചാരിക്കും. അപ്പൊ നാവുമായി ബന്ധപ്പെട്ടല്ല എങ്കിൽ കൂടി ആ സ്ഥാപനത്തിന് അങ്ങനെ ഒരു പ്രതികൂല നടപടി ഉണ്ടാകും. ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് AERB കൊടുത്തിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആ ഒരു റെഗുലേറ്ററി ബോഡി പറഞ്ഞിരിക്കുന്ന പ്രകാരമല്ല ആ സ്ഥാപനം പാലിക്കുന്നതെങ്കിൽ അവരുടെ ലൈസൻസ് കാര്യങ്ങൾ റദ്ദാക്കുകയും അതുമായി ബന്ധപ്പെട്ട പല പ്രതികൂല നടപടികൾ അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള മറ്റേതെങ്കിലും റെഗുലേറ്ററി ബോഡീസ് ഹോസ്പിറ്റലിനെതിരായിട്ട് എന്തെങ്കിലും പ്രതികൂല നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ടും നാബിന് അംഗീകാരം റദ്ദ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആണോ? 2 പോയിന്റ്. ആദ്യത്തെ പോയിന്റ് ക്ലിയർ അല്ലേ? കൃത്യമായ സമയത്ത് ഫീസ് അടച്ചില്ല, ആനുവൽ ഫീസോ കാര്യങ്ങളോ കൃത്യമായ സമയത്ത് അടച്ചില്ലെങ്കിൽ നാബിന് അംഗീകാരം റദ്ദ് ചെയ്യാം. രണ്ടാമത്തത് ഏതെങ്കിലും മറ്റ് റെഗുലേറ്ററി ബോഡീസ് അതുമായി ബന്ധപ്പെട്ട് അവർ പറയുന്ന നിർദ്ദേശങ്ങൾ ആ സ്ഥാപനം പാലിക്കാതെ വരുന്നത് അതിന് ഹോസ്പിറ്റലിനെതിരായിട്ട് എന്തെങ്കിലും പ്രതികൂല നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നാബിന് ആ അംഗീകാരങ്ങൾ റദ്ദാക്കാം. 2 പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ. മൂന്നാമത്തത് സീരിയസ് പേഷ്യന്റ് സേഫ്റ്റി ഇഷ്യൂസ്. ഗുരുതരമായിട്ടുള്ള രോഗികളുടെ സുരക്ഷാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ സ്ഥാപനത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ, അപ്പൊ സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നടക്കുകയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നാബിന്, കാരണം സീരിയസ് ഇഷ്യൂസ് അല്ലെങ്കിൽ അവരുടെ പേഷ്യൻസിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ നാബിന്റെ മാനദണ്ഡങ്ങളിൽ പറയുന്ന കാര്യമാണ് അല്ലെ. അവരുടെ സേഫ്റ്റി ഉറപ്പുവരുത്താതെ വരുന്ന പലതരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അവരവിടെ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നില്ല എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിനനുസരിച്ച് അതിന്റെ ഭാഗമായിട്ട് നാബിന് മാനദണ്ഡങ്ങൾ നാബിന് ആ ഒരു അക്രഡിറ്റേഷൻ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. ലാസ്റ്റ് വരുന്നതാണ് failure to comply with the standards at any given point of time, etc. Hospital are also advised to check the NAB portal time to time for any important announcements, change in standards, etc. which needs to be adhered by accredited hospital. നാലാമത്തേക്ക് പറയുന്നത് failure to comply with the standards at the given point of time. അതായത് ഈ ഒരു ഹോസ്പിറ്റലില് ഏത് സമയത്തും ഇവർ ആ ഒരു നാബിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കണം എന്നുള്ളതാണ് അല്ലെ. അങ്ങനെ പാലിക്കുന്നതിൽ ഇവർ പരാജയപ്പെട്ടാൽ എന്താണ്, നാബ് പിന്നെ ആ ഒരു അംഗീകാരം തുടരേണ്ട കാര്യമുണ്ടോ? ഏത് സമയം ഇതവർ ആ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാണെങ്കിൽ ആ മാനദണ്ഡങ്ങൾ പാലിക്കണം എന്നുള്ളതാണ്. അങ്ങനെ പാലിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടാൽ നാബ് പിന്നെ ആ ഒരു അംഗീകാരം തുടരേണ്ട കാര്യമില്ല അല്ലെ. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ആ സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ അവർക്ക് ആ ഒരു അംഗീകാരം റദ്ദ് ചെയ്യാം. അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് ആർ ഓൾസോ അഡ്വൈസ്ഡ് ടു ചെക്ക് ദ നാബ് പോർട്ടൽ. നാബ് പോർട്ടലില്, നാബിന്റെ പോർട്ടലില് ഹോസ്പിറ്റൽസിനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് നാബിന്റെ പോർട്ടൽ ചെക്ക് ചെയ്യുക എന്നുള്ളത്. ടൈം ടു ടൈം ഫോർ എനി ഇമ്പോർട്ടന്റ് അനൗൺസ്മെന്റ്. ആ ഒരു പോർട്ടല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അനൗൺസ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ആ ഒരു പോർട്ടൽ വഴിയാക്കും. ഇപ്പൊ നിങ്ങൾ PSCയുടെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ PSCയുടെ ആ ഒരു വെബ്സൈറ്റുകളിലൂടെയല്ലേ നമുക്ക് അതുമായി ബന്ധപ്പെട്ട പുതിയ നോട്ടിഫിക്കേഷൻസോ അല്ലെങ്കിൽ മറ്റ് ഹോൾ ടിക്കറ്റുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നേ അല്ലെ. ആ ഒരു വെബ്സൈറ്റുകളിലൂടെ നമുക്കറിയാൻ പറ്റാം. അതുപോലെ തന്നെ ഇവരുടെ നാബിന്റെ പോർട്ടലിലും പുതിയ നോട്ടിഫിക്കേഷൻസോ അനൗൺസ്മെന്റ്സോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ആ പോർട്ടലിലൂടെയാണ് അവർ അറിയിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അത് സമയബന്ധിതമായിട്ട് ആ പോർട്ടൽ എപ്പോഴും ചെക്ക് ചെയ്യണമെന്ന് ഹോസ്പിറ്റലുകാരോട് ഞാൻ ഓൾറെഡി അഡ്വൈസ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയാണ്? വിച്ച് നീഡ്സ് ടു ബി, അതായത് ചിലപ്പോൾ അവരുടെ സ്റ്റാൻഡേർഡുകളിൽ അവർ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്താറുണ്ട്, പുതിയ അനൗൺസ്മെന്റുകൾ നടത്താറുണ്ട്. അങ്ങനെ ഈ സ്റ്റാൻഡേർഡ്സിൽ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ വരുമ്പോ അതിനനുസരിച്ച് ഈ സ്ഥാപനങ്ങളിലെയും മാനദണ്ഡങ്ങളിൽ വ്യത്യാസം വരുത്തണം.
which needs to be adhered by accredited hospital. അംഗീകൃതമായിട്ടുള്ള അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ ഈ പറയുന്ന വ്യത്യാസങ്ങൾ അവരുടെ സ്ഥാപനങ്ങളിലും പാലിക്കണം. അങ്ങനെ സമയബന്ധിതമായി ഈ നാബിന്റെ പോർട്ടലിലൂടെ അവർ അനൗൺസ് ചെയ്യുന്ന കാര്യങ്ങള് അല്ലെങ്കിൽ അവർ ചേഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ഈ പറയുന്ന സ്ഥാപനങ്ങൾ വരുത്തിയിട്ടില്ല എങ്കിലോ അവർക്ക് ആ ഒരു നാബിന്റെ അംഗീകാരം ക്യാൻസൽ ചെയ്യാം. മനസ്സിലായോ? അപ്പൊ 4 പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഒന്നാമത്തത് കൃത്യമായിട്ട് സമയത്ത് ഫീസ് അടച്ചില്ല എങ്കിൽ. രണ്ടാമത്തത് ഏതെങ്കിലും റെഗുലേറ്ററി ബോഡീസ് ഈ ഹോസ്പിറ്റലിനെതിരെ എന്തെങ്കിലും പ്രതികൂല നടപടികൾ സ്വീകരിച്ചാൽ അതിന്റെ ഭാഗമായിട്ട് നാബിന് എന്ത് ചെയ്യാം? അക്രഡിറ്റേഷൻ ക്യാൻസൽ ചെയ്യാം. മൂന്നാമത്തത് പറയുന്നത് പേഷ്യൻസിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഗുരുതരമായ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ടും നാബിന് അംഗീകാരങ്ങൾ റദ്ദ് ചെയ്യാം. നാലാമത്തതായിട്ട് പറയുന്നത് ഏതൊരു സമയത്തും നാബിന്റെ മാനദണ്ഡങ്ങൾ സ്ഥാപനങ്ങൾ കൃത്യമായിട്ട് പാലിക്കേണ്ടതായിട്ടുണ്ട്. അത് അവർ പരാജയപ്പെട്ടു കഴിഞ്ഞു, അതായത് ഹോസ്പിറ്റലിനോട് എപ്പോഴും നാബ് അഡ്വൈസ് ചെയ്യുന്ന കാര്യമാണ് നാബിന്റെ പോർട്ടലുകൾ ഇടയ്ക്കിടയ്ക്ക് ടൈം ടു ടൈം ആയിട്ട് സന്ദർശിക്കുക എന്നുള്ളത്. അതിലൂടെയായിരിക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അനൗൺസ്മെന്റ്സും അതുപോലെ സ്റ്റാൻഡേർഡ്സിൽ വരുന്ന ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ പബ്ലിഷ് ചെയ്യുന്നത്. ആ സമയത്ത് കൃത്യമായിട്ട് ഇങ്ങനെ വരുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ചേഞ്ചസ് ഒക്കെ ആ അക്രഡിറ്റഡ് ഹോസ്പിറ്റൽസ് പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചേഞ്ചസ് ആ സ്ഥാപനങ്ങൾ കാണിക്കുന്നില്ല അല്ലെങ്കിൽ പാലിക്കുന്നില്ല എങ്കിലോ ഈ പറയുന്ന നാബിന് ആ ഒരു അംഗീകാരം റദ്ദാക്കാം. ക്ലിയർ ആണോ? 4 പോയിന്റ്സ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ലാസ്റ്റ് വരുന്നതാണ് ട്രെയിനിങ്, പരിശീലനങ്ങൾ നൽകുക. നമുക്കറിയാം ഈ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് മാനദണ്ഡങ്ങൾ പാലിപ്പിക്കണം അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക എന്നൊക്കെ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഈ ചാപ്റ്റർ എന്താണ്, അല്ലെങ്കിൽ അതിനുള്ളിലൊരു സ്റ്റാൻഡേർഡ്സ് എന്താണ്, അതിനുള്ളിലുള്ള ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അവിടുത്തെ ജീവനക്കാർക്ക് അതിനുള്ള ആവശ്യമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷനോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അപ്പൊ അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള ഒരു പരിശീലനങ്ങൾ അവർക്ക് നൽകണം. അതാണ് അടുത്തതായിട്ട് പറയുന്നത് കേട്ടോ. The journey of accreditation of certification, that is from applying to grant of accreditation of certification, involve the awareness and training of all the members of the healthcare organization about the various chapters, standards and objective elements of NAB standards booklet. അതായത് ഇവിടെ ആ ഒരു ജേർണി, അതായത് ഒരു അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കേഷൻ നേടുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു യാത്ര, അതായത് ആദ്യം എങ്ങനെയാണ് നമ്മൾ ആ ഒരു അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു അല്ലെ, അപ്ലൈ ചെയ്യുന്നത് മുതല് നമുക്ക് ആ ഒരു അംഗീകാരം കിട്ടി അതവിടെ നടപ്പിലാക്കുന്നത് വരെ ഉള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായിട്ട്, അതുപോലെ തന്നെ ആ ഒരു നാബിന്റെ സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട ബുക്ക്ലെറ്റുകളെ കുറിച്ചും അതിലുള്ള ചാപ്റ്റേഴ്സ്, അതിലുള്ള സ്റ്റാൻഡേർഡ്സ്, അതിലുള്ള ഒബ്ജക്റ്റീവ് എലമെന്റ്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും അവിടെയുള്ള ഓരോ ജീവനക്കാർക്കും അവയർനെസ്സും ട്രെയിനിങ്ങുകളും അല്ലെങ്കിൽ കൃത്യമായ പരിശീലനങ്ങളും നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. Staff need to grasp the culture of NAB by getting trained in the standards, understanding the applicable standards in the right way so that the same can be implemented, measured and monitored in the right manner by the healthcare organization. അതുപോലെ തന്നെ സ്റ്റാഫിന് ഈ പറയുന്ന നാബുമായി ബന്ധപ്പെട്ട കൃത്യമായ എല്ലാ കാര്യങ്ങളും ഗ്രാസ്പ് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കാനായിട്ട്, അതുപോലെ ആ സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട എല്ലാ പരിശീലനങ്ങളും അതിൽ അവർ ട്രെയിൻഡ് ആവാൻ പരിശീലനം ലഭിക്കാനായിട്ട്, അതുപോലെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എന്താണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ബാധകമായിട്ടുള്ള ഏതൊക്കെ മാനദണ്ഡങ്ങളാണുള്ളത്, അത് ശരിയായ രീതിയിൽ നമുക്ക് എങ്ങനെ അത് നടപ്പിലാക്കാം, എങ്ങനെ ശരിയായ രീതിയിൽ നമുക്കത് മെഷർ ചെയ്യാം, എങ്ങനെ ശരിയായ രീതിയിൽ നമുക്കത് മോണിറ്റർ ചെയ്യാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെ കുറിച്ചും ആ ഒരു സ്റ്റാഫിന് മനസ്സിലാക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള പരിശീലനങ്ങൾ അല്ലെങ്കിൽ ട്രെയിനിങ് സെക്ഷൻസിൽ അവരെ പങ്കെടുപ്പിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അവർക്ക് ഒരു അവയർനെസ് കിട്ടുള്ളൂ. So NAB Secretariat arranges training sections on understanding of NAB standards and implementing them in the organization in the form of pre-program on implementation (POI) for healthcare organization desirous of taking their organization for accreditation. അപ്പോൾ NAB എന്ത് ചെയ്തു? അപ്പൊ ഇതിനുള്ള പരിശീലനങ്ങൾ കൊടുക്കാൻ വേണ്ടി NAB ആണ് ആ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത്. NAB Secretariat
അതിനുള്ള ട്രെയിനിങ് സെക്ഷൻസ് അറേഞ്ച് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ട്രെയിനിങ് സെക്ഷൻസ് ഓൺ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് നാബ് സ്റ്റാൻഡേർഡ്സ്, നാബിന്റെ മാനദണ്ഡങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനങ്ങൾ, ആൻഡ് ഇംപ്ലിമെന്റിംഗ് ദം ഇൻ ദ ഓർഗനൈസേഷൻ. ഇനി പരിശീലനങ്ങൾ നമ്മുടെ നാബിന്റെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല, അത് സ്ഥാപനത്തിൽ എങ്ങനെ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. അപ്പൊ അതിനു വേണ്ടിയുള്ള പരിശീലനങ്ങളും ഈ ഒരു ട്രെയിനിങ് സെക്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ അത് എന്ത് ഫോമില്, ഈ എന്തിന്റെ രൂപത്തിലാണ് നോക്കിയ പ്രോഗ്രാം ഓൺ ഇംപ്ലിമെന്റേഷൻ POI എന്ന രൂപത്തിലാണ് നാബ് ഈ ട്രെയിനിങ് സെക്ഷൻസ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഡിസൈറസ് ഓഫ് ടേക്കിംഗ് ദിയർ ഓർഗനൈസേഷൻ ഫോർ അക്രഡിറ്റേഷൻ, അതായത് അക്രഡിറ്റേഷൻ വേണമെന്ന് ആഗ്രഹമുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസില് പ്രോഗ്രാം ഓൺ ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ POI എന്ന രൂപത്തിൽ നാബിന്റെ സെക്രട്ടേറിയറ്റ് എന്ത് ചെയ്യുന്നു, ട്രെയിനിങ് സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിലൂടെ നാബിന്റെ മാനദണ്ഡങ്ങൾ എങ്ങനെ കൃത്യമായിട്ട് എങ്ങനെയാണ് നാബിന്റെ മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ്, അതെങ്ങനെ നമുക്ക് ഓരോ സ്ഥാപനങ്ങളിലും നടപ്പിലാക്കാൻ സാധിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള പരിശീലന സെക്ഷനുകൾ ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദീസ് സെക്ഷൻസ് ആർ ടേക്കൺ ബൈ faculty from NAB who are senior assessors. അപ്പൊ സീനിയർ അസസേഴ്സ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഈ സെക്ഷൻസിന്റെ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്. The details of this training, dates, venue and fee information are available in the NAB website. എന്നൊക്കെയാണ് പരിശീലനങ്ങൾ നടക്കുന്നത്, ഏത് ഡേറ്റിനാണ്, ഏതായിരിക്കും അതിന്റെ സ്ഥലം, എത്രയാണ് അതിന്റെ ഫീസ് മുതലായ എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് നാബിന്റെ വെബ്സൈറ്റുകളിലൂടെ ലഭ്യമായിരിക്കും. NAB has been taken a new initiative to conduct the free master classes on various topics under the rubric NAB Quality Connect Learning with NAB. The master classes are conducted every month. നാബിന്റെ പുതിയൊരു ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള നാബിന്റെ ഒരു ആരംഭമാണ് എന്താണ്, ഫ്രീ ആയിട്ട് മാസ്റ്റർ ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഓൾറെഡി ഈ പറയുന്ന ട്രെയിനിങ് സെക്ഷൻസ് ഒക്കെ നമ്മുടെ നാബ് ഫീസ് മേടിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ നാബ് പുതിയൊരു ഇനിഷ്യേറ്റീവ് ആയിട്ട് ചെയ്യുന്നതാണ് ഫ്രീ ആയിട്ടുള്ള ഒരു മാസ്റ്റർ ക്ലാസ്സുകൾ കൊടുക്കുക. അതായത് അണ്ടർ ദ റൂബ്രിക് എന്ത് തലക്കെട്ടിന്റെ കീഴിലായിട്ട് നാബ് ക്വാളിറ്റി കണക്ട് ലേണിംഗ് വിത്ത് നാബ് എന്ന ഒരു ഹെഡിങ്ങിന്റെ കീഴിലായിട്ട് പല പല ടോപ്പിക്കുകളെ കുറിച്ച്, ഇപ്പൊ നാബിന്റെ അതായത് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട പല പല ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട പല പല ടോപ്പിക്കുകളെ കുറിച്ച് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നാബിന്റെ ഒരു പുതിയ ഇനിഷ്യേറ്റീവ് ആണത്. ഇനി ഇങ്ങനെയുള്ള മാസ്റ്റർ ക്ലാസ്സുകൾ കണ്ടക്റ്റഡ് എവരി മന്ത്, എല്ലാ മാസവും ഈ മാസ്റ്റർ ക്ലാസ്സുകൾ നടത്താറുണ്ട്. ടോപ്പിക് ഇൻക്ലൂഡ്, അതിൽ ഉൾപ്പെടുന്ന പ്രധാന ടോപ്പിക്കുകളാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് KPI, hospital infection control, management of medication, document control, then clinical audit, continual quality improvement, hospital infection prevention, etc. Apart from this, guidance material is also available at the resource page of NAB web portal. Kindly visit the below link to attend training programs being conducted by NAB. ഇങ്ങനെയുള്ള ഈ ഒരു ടോപ്പിക്, അതായത് ഇങ്ങനെയുള്ള എല്ലാ ടോപ്പിക്സുകളെ കുറിച്ചും നാബിന്റെ സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള എല്ലാ ടോപ്പിക്കുകളെ കുറിച്ചും കൃത്യമായിട്ട് ഓരോ മാസവും നാബ് എന്ത് ചെയ്യാറുണ്ട്, എവരി മന്ത് ഈ പറയുന്ന ഫ്രീ മാസ്റ്റർ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിൽ വേണമെങ്കിൽ അതിലും നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അത് കൂടാതെ റിസോഴ്സ് പേജിൽ നോക്കിയാൽ നാബിന്റെ റിസോഴ്സ് പേജിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഗൈഡൻസ് മെറ്റീരിയലുകളും അവൈലബിൾ ആണ്. അതിനുവേണ്ടി ഈ പറയുന്ന പ്രോഗ്രാമുകളിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണമെങ്കിലോ ഈ താഴെ പറയുന്ന വെബ്സൈറ്റുകളിലൂടെ നമുക്ക് രജിസ്റ്റർ ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാ, ഒരു ഹോസ്പിറ്റലിലെ ജീവനക്കാർക്ക് ഒരു അക്രഡിറ്റേഷൻ കിട്ടുന്നത് മുതൽ ആ ഒരു യാത്രയുടനീളം അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു സെക്ഷനാണ് ഈ ഒരു പരിശീലനം നൽകുന്നത്. അതിനുവേണ്ടി ഓരോ ജീവനക്കാർക്കും നാബിന്റെ മാനദണ്ഡങ്ങൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, അതെങ്ങനെ സ്ഥാപനത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ പറ്റും അതിനെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിംഗ്, അതിനുവേണ്ടി നാബിന്റെ സെക്രട്ടേറിയറ്റ് ഒരു ട്രെയിനിങ് സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യും. ആ ട്രെയിനിങ് സെക്ഷൻ അത് എന്താണ്, ആ ട്രെയിനിങ് സെക്ഷന്റെ പേര് എന്താ, പ്രോഗ്രാം ഓൺ ഇംപ്ലിമെന്റേഷൻ എന്ന രീതിയിലുള്ള രൂപത്തിലുള്ള ഒരു ട്രെയിനിങ് സെക്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലൂടെ നാബിന്റെ മാനദണ്ഡങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. അതിനനുസരിച്ച് എങ്ങനെ നമുക്കത് നടപ്പിലാക്കാം എന്ന കാര്യങ്ങളെ കുറിച്ചും കൃത്യമായൊരു അവയർനെസ് പറയുന്ന അതിൽ പങ്കെടുക്കുന്ന ഓരോ സ്റ്റാഫ്
കിട്ടുകയും ചെയ്യും. അപ്പൊ അതിനുവേണ്ടി ആ ഒരു അക്രഡിറ്റേഷൻ വേണമെന്ന ആഗ്രഹമുള്ള ഏതൊരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും അതിൽ പങ്കാളികളാവാം. അതിനുവേണ്ടി ആ ഒരു നാബിന്റെ സെക്രട്ടേറിയറ്റ് സീനിയർ ആയിട്ടുള്ള അസസേഴ്സ് ആയിരിക്കും ആ ഒരു സെക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്ന ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ട്രെയിനിങ് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ്, എന്നാണ് അതിന്റെ റിവ്യൂ, എവിടെയാണ്, ഏത് ഡേറ്റിലൊക്കെയാണ് ഈ ഒരു ട്രെയിനിങ് നടത്തുന്നത്, എത്രയാണ് അതിന്റെ ഫീസ് മുതലായ കാര്യങ്ങൾ നമുക്ക് ആ ഒരു നാബിന്റെ വെബ്സൈറ്റുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നാബിന്റെ പുതിയൊരു ഇനിഷ്യേറ്റീവ് ആണ് എന്തെന്ന് പറയുന്നത് ഫ്രീ ആയിട്ടുള്ള മാസ്റ്റർ ക്ലാസ്സുകൾ പല പല ടോപ്പിക്സിനെ കുറിച്ച്. അതായത് എന്ത് ഹെഡിങ്ങിന് കീഴിലാണ് വരുന്നത്? നാബ് ക്വാളിറ്റി കണക്ട് ലേണിംഗ് വിത്ത് നാബ് എന്ന് പറയുന്ന ആ ഒരു തലവാചകത്തിന് കീഴിൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള മാസ്റ്റർ ക്ലാസ്സുകൾ നാബ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പല ടോപ്പിക്കുകളാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, ക്വാളിറ്റി ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, ദെൻ മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, ഡോക്യുമെന്റ് കൺട്രോൾ, ക്ലിനിക്കൽ ഓഡിറ്റ്, കണ്ടിന്യൂവൽ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ മുതലായിട്ടുള്ളവ. ഇത് കൂടാതെ നമുക്ക് റിസോഴ്സ് പേജിൽ, നാബിന്റെ റിസോഴ്സ് പേജിൽ കയറിയാൽ ഗൈഡൻസ് മെറ്റീരിയൽസ് കിട്ടും. അതുപോലെ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു നാബിന്റെ വെബ്സൈറ്റുകളിൽ കയറാനും അതിന് പരിശീലനങ്ങൾ, പ്രോഗ്രാമുകൾ, ട്രെയിനിങ് പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആണോ ട്രെയിനിങ്? ഓക്കെ, അപ്പൊ മിസ് ഇവിടെ വരെയാണ് മിസ് എടുക്കുന്നത് ഭാഗം. നെക്സ്റ്റ് നിങ്ങളുടെ നാബുമായി ബന്ധപ്പെട്ട ഭാഗം രമ്യ മാം, നെക്സ്റ്റ് ആരാണ്? മൈൽറോസ് മാം ആണോ എടുത്തത്? ആണ്. ഓക്കെ ഓക്കെ, നാഷണൽ നാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ. അപ്പൊ ഇവിടെ വരെ മിസ്സിന്റെ ഭാഗമായിരുന്നു. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടി ഡിവൈഡ് ചെയ്തായി ഒരു ചാപ്റ്റർ എടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു ബോക്സ് വിട്ടിട്ടുണ്ടായില്ലേ, സ്റ്റെപ്പ്. ഇനി ആ സ്റ്റെപ്പിലേക്ക് പോവാം. നമ്മൾ ഓൾറെഡി എല്ലാ സ്റ്റെപ്പുകളും പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഇനി ആദ്യമേ നമ്മൾ ആ ഒരു സ്റ്റെപ്പിലേക്ക്, ഇനി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ആ ഒരു സ്റ്റെപ്പ് പഠിക്കുമ്പോൾ. അക്രഡിറ്റേഷൻ മാർക്കോ, അക്രഡിറ്റേഷൻ മാർക്കിൽ പറയുന്നത് നമ്മൾ ഈ ഒരു അക്രഡിറ്റേഷൻ മാർക്ക് അല്ലെങ്കിൽ ഒരു നാബിന്റെ അക്രഡിറ്റേഷൻ കിട്ടി, അതുമായി ബന്ധപ്പെട്ട ആ ഒരു ലോഗോ അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ മാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി കുറച്ച് മാർഗനിർദ്ദേശങ്ങളുണ്ട്. തോന്നിയ പോലെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടിയുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെ അത് മിസ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്ത ആ ഒരു ലോഗോയോ അല്ലെങ്കിൽ ആ ഒരു അക്രഡിറ്റേഷൻ മാർക്കോ ദുരുപയോഗം ചെയ്താൽ ആ ഒരു സ്ഥാപനത്തിന് നിയമപരമായിട്ടുള്ള പലതരത്തിലുള്ള ലീഗൽ ആക്ഷൻസ് എതിരായിട്ട് വരും. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള പ്രതികൂല നടപടികളും ഈ നാബിന്റെ ഭാഗത്ത് നിന്ന് അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിനുവേണ്ടി എങ്ങനെ ഈ ഒരു അക്രഡിറ്റേഷൻ ലോഗോ അല്ലെങ്കിൽ ആ ഒരു അക്രഡിറ്റേഷൻ മാർക്ക് ഉപയോഗിക്കണം എന്നുള്ളത് ആ താഴെ തന്നിരിക്കുന്ന വെബ്സൈറ്റുകളിലൂടെ കയറി ഹോസ്പിറ്റൽസിന് മനസ്സിലാക്കാനും അതേ പ്രകാരം അവർക്ക് കൃത്യമായിട്ട് അത് പാലിച്ചുകൊണ്ട് ആ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവർക്ക് ആ ഒരു അക്രഡിറ്റേഷൻ മാർക്ക് അല്ലെങ്കിൽ ലോഗോ നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ക്ലിയർ ആണോ? ഫസ്റ്റ് ഓക്കെ, കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്സിലേക്ക് ഒന്ന് നോക്കണം കേട്ടോ. നോട്ട്സ് ഫുള്ളില്ലേ? എവിടെ മുതലാണ് മുക്സീന? എന്താണ് നോട്ട്സ് ഫുള്ളില്ല എന്ന് പറഞ്ഞേ? ഏതെങ്കിലും ഭാഗങ്ങൾ മിസ്സായിട്ടുണ്ടോ? ഹാഫ് ഉള്ളൂ. എവിടെ വരെയാണുള്ളത് ഇപ്പൊ നിങ്ങൾക്ക്? ടേബിള് PDF-ന് ഇടക്ക് മിസ്സാണോ? ഇതില് മൂന്ന് ബോക്സ് ഉള്ളോ? ഈ ഒരു പിക്ചറാണോ പറയുന്നേ? ഈ ഒരു പിക്ചറോ? എല്ലാവർക്കും കുറച്ചു പേർക്കുണ്ട്, കുറച്ചു പേരുടെ ഇല്ല, അങ്ങനെയാണോ?
ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നിങ്ങൾക്ക് PDF അയച്ചു തന്നിട്ടുണ്ടോ ഇതിന്റെ ടെക്സ്റ്റിന്റെ? തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു കോപ്പി ഒന്ന് എടുത്ത് കയ്യിൽ വെച്ചോട്ടോ. കാരണം നിങ്ങൾക്ക് ഇതില് സ്റ്റെപ്പുകൾ ഇതിൽ ചോദിക്കാവുന്നതാകിയ ഒരു ക്വസ്റ്റിനേ ഉള്ളൂ. അതായത് ഓരോ സ്റ്റെപ്പ് ആയിട്ടല്ലേ പറയുന്നേ. അപ്പൊ നമ്മള് ഓരോ ഫ്ലോ ചാർട്ട് ഒക്കെ പഠിച്ചിട്ടില്ലേ? അപ്പൊ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്ത് വരാം, അല്ലെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് എഴുതാനായിട്ട് അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റിനെ ഇത് ചോദിക്കുള്ളൂ കേട്ടോ. കാരണം ഓൾറെഡി ഇതിന്റെ ഓരോ സ്റ്റെപ്പും നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ ആ PDF നിന്ന് ഒരു നോട്ട് ഒരു കോപ്പി എടുത്ത് അതിന്റെ കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് വെക്കാം കേട്ടോ പഠിക്കുന്ന സമയത്ത്. ഓക്കെ, ഇപ്പൊ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. നോക്കി, അക്രഡിറ്റേഷന്റെ പ്രോസസ്സുകളാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതുകൊണ്ട് അധികം സമയമൊന്നും എടുക്കേണ്ട, വേഗം നമുക്ക് പറഞ്ഞു. അക്രഡിറ്റേഷന്റെ പ്രോസസ്സില് അതുകൊണ്ടാണ് മിസ് ആദ്യമേ അതൊക്കെ എടുത്തത്. അപ്പൊ നിങ്ങൾക്ക് അത് എളുപ്പമായിരിക്കും കുറച്ചുകൂടി പറയുന്ന സമയത്ത് കേട്ടോ. അപ്പൊ നോക്കി, അക്രഡിറ്റേഷന്റെ പ്രോസസ്സില് സ്റ്റാർട്ട് ഓഫ് അക്രഡിറ്റേഷൻ. എന്താണ് അഞ്ജലി പറയണ്ടേ? മിസ് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ, സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അക്രഡിറ്റേഷന്റെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. പേജ് നമ്പർ ആണോ? 94. ഓക്കെ, നോക്കി, സ്റ്റാർട്ട് ഓഫ് അക്രഡിറ്റേഷൻ ജേർണി. അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു യാത്ര ആരംഭിക്കുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്തെടുക്കണം. ഇംപ്ലിമെന്റ് ദ സ്റ്റാൻഡേർഡ്സ് ഫോർ മിനിമം 3 months അല്ലെ നമ്മൾ പഠിച്ചതല്ലേ? ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു ലാബിലേക്ക് അംഗീകാരം വേണം എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവിടേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മിനിമം 3 മാസം മുൻപെങ്കിലും ആ ലാബിന്റെ മാനദണ്ഡങ്ങള് എന്ത് ചെയ്യണം? ആ സ്ഥാപനത്തിൽ നടപ്പിലാക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ക്ലിയർ അല്ലേ? ഇത് ഓരോ സ്റ്റെപ്പും ഒക്കെ ആണെങ്കിൽ അടുത്തയിലേക്ക് പോവാം. ക്ലിയർ അല്ലേ? അപ്പൊ 3 മാസം മുൻപെങ്കിലും ആ ഒരു മാനദണ്ഡങ്ങൾ ആ സ്ഥാപനത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തത്, അപ്പൊ നമ്മൾ 3 മാസം മുൻപേ സ്റ്റാൻഡേർഡ്സ് ഒക്കെ നടപ്പിലാക്കി. നിങ്ങളപ്പോ ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് ഇങ്ങനെ നോക്കാം. അപ്പൊ 3 മാസം മുൻപേ നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ്സ് മാനദണ്ഡങ്ങൾ അവിടെ നടപ്പിലാക്കി. 3 മാസം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ലാബിലേക്ക് അപ്ലൈ ചെയ്യാം അല്ലെ? അതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഫോം, ഡോക്യുമെന്റ്സ്, ആപ്ലിക്കേഷൻ ഫീ ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നു. സബ്മിറ്റ് ഓൺലൈൻ അറ്റ് നാബ് ഇന്റർനാഷണൽ വെബ്സൈറ്റ്. നാബിന്റെ വെബ്സൈറ്റുകളിൽ ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നത്, ഡോക്യുമെന്റ്സ് അയച്ചു കൊടുക്കുന്നത്, ആപ്ലിക്കേഷൻ ഫീയും അയക്കുന്നത്. ക്ലിയർ അല്ലേ? അതിനുശേഷം അക്നോളജ്മെന്റ് ആൻഡ് സ്ക്രൂട്ടിനിറ്റി ഓഫ് ആപ്ലിക്കേഷൻ ബൈ നാബ് സെക്രട്ടറിയേറ്റ്. അടുത്ത് എന്ത് ചെയ്യുന്നു? നാബ് സെക്രട്ടറിയേറ്റ് ഈ പറയുന്ന അയച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഫോം കൃത്യമായിട്ട് പരിശോധന നടത്തുന്നു, സൂക്ഷ്മ പരിശോധന നടത്തുന്നു. അതിനുശേഷം ഡെസ്ക്ടോപ്പ് റിവ്യൂ ബൈ അസസർ. നമുക്ക് ഇപ്പൊ നിങ്ങള് എന്താണ് ഒരു എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ, ഇപ്പൊ നമ്മുടെ ബിൽഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കി വെച്ചാൽ നമ്മുടെ വീടുകളൊക്കെ വീട് പണിയാനോ അല്ലാതെയൊക്കെ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാറില്ലേ? പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഒക്കെ ആപ്ലിക്കേഷൻസ് കൊടുക്കാറില്ലേ? അപ്പൊ നമ്മുടെ ആദ്യമേ അവർ ഓടി ഇങ്ങോട്ട് വരുവാണോ ചെയ്യാം? നേരിട്ട് അവര് പരിശോധനയ്ക്ക് വരുവാണോ ചെയ്യാം? ആണോ? ആ ആപ്ലിക്കേഷന്റെ കൂടെ നമ്മുടെ വസ്തുവുമായി ബന്ധപ്പെട്ട വിവരങ്ങള്, ടാക്സിന്റെ റെക്കോർഡ് അല്ലെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഡോക്യുമെന്റ്സ് അവർ ചോദിക്കില്ലേ ആ ഒരു ആപ്ലിക്കേഷന്റെ കൂടെ? അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് അതെല്ലാം പരിശോധിച്ച് കഴിഞ്ഞിട്ടല്ലേ അവരൊരു ദിവസം ഫിക്സ് ചെയ്ത് നമ്മുടെ അവിടേക്ക് കാണാൻ വരുന്നത് അല്ലെ? ആദ്യം ആ ഡോക്യുമെന്റ്സ് കറക്റ്റ് ആണോ നോക്കും. ആ ഡോക്യുമെന്റ്സ് പ്രകാരം ഇന്ന് അപ്ലൈ ചെയ്ത വ്യക്തിയുടെ പേരിലാണോ ആ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആ അപ്ലൈ ചെയ്ത വ്യക്തിയാണോ അതിന്റെ ഓണർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കി അത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നേരിട്ട് കാണാൻ വരിക അല്ലെ? വീടുകളിലൊക്കെ വീട് പണിയാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുള്ളവരാണെങ്കിലും മനസ്സിലാവും. ഇപ്പൊ പെർമിറ്റോ കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ എന്തൊരു കാര്യത്തിനും ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിന്റെ ഡോക്യുമെന്റ്സ് കൊടുക്കും. അത് അവരെന്ത് ചെയ്യും? പരിശോധിച്ച് അതിൽ ഓക്കെ ആണെങ്കിലാണ് അവര് നേരിട്ട് കാണാൻ വരിക അല്ലെ? ഇവിടെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെസ്ക്ടോപ്പ് റിവ്യൂ ബൈ അസസർ. നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ വിത്തിൻ 1 month ഓഫ് ഫീസ് ഡെപ്പോസിഷൻ, ആപ്ലിക്കേഷൻ ഫീസ് അടച്ചിട്ട് 1 മാസത്തിനുള്ളിൽ അവര് ആ ഒരു ഡെസ്ക്ടോപ്പ് അസസ്മെന്റ് നടത്തും. ആ ഒരു സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസ്, ഡോക്യുമെന്റ്സ് എല്ലാം
ഓക്കെ ആണോ എന്ന് പരിശോധിക്കും. അതിനുശേഷം ഫൈനൽ അസസ്മെന്റ്. അപ്പൊ അതിനിടയിൽ വേറെ എന്തൊരു അസസ്മെന്റ് നടത്താം? ഏത് അസസ്മെന്റ് നടത്താം? ഫൈനൽ അസസ്മെന്റിന് മുൻപ് വേണമെങ്കിൽ ഓപ്ഷണൽ ഏത് അസസ്മെന്റ് നടത്താം? ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ലേ? ഓപ്ഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താ? പ്രീ അസസ്മെന്റ് നടത്താം എന്ന് പറഞ്ഞില്ലേ നമ്മള്? പ്രീ അസസ്മെന്റ് നടത്താന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് വേണമെങ്കിൽ അവിടെ പ്രീ അസസ്മെന്റ് നടത്താം, വേണ്ടെങ്കിൽ വേണ്ട. അതുകൊണ്ടാണ് അവിടെ ഓപ്ഷണൽ ആയതുകൊണ്ടാണ് അവിടെ കൊടുക്കാത്തത് കേട്ടോ. നിങ്ങൾ വിചാരിക്കരുത് ഇനി അത് എന്തുകൊണ്ടാണ് അവിടെ കൊടുക്കാത്തത് കേട്ടോ. അത് കഴിഞ്ഞ് ഇനി ഫൈനൽ അസസ്മെന്റ് ആണ്. ഫൈനൽ അസസ്മെന്റ് എന്താ? ഓൺ സൈറ്റ് നേരിട്ട് വന്ന് നടത്താം, റിമോട്ട് ആയിട്ട് അല്ലെ, വിദൂരം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ നടത്താം, ഹൈബ്രിഡ് ആയിട്ട്, രണ്ടിന്റെ മിക്സ് ആയിട്ട് വരും, രണ്ടിന്റെ കോമ്പിനേഷൻ പോലെ നടത്താം. വിത്തിൻ 1 month ഓഫ് ഡെസ്ക്ടോപ്പ് റിവ്യൂ. അപ്പൊ ഈ പറയുന്ന ഡെസ്ക്ടോപ്പ് അസസ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഡോക്യുമെന്റ്സ് കൃത്യമായിട്ട് പരിശോധിച്ചു, അതിന് ശേഷം 1 മാസത്തിനുള്ളിലാണ് ഫൈനൽ അസസ്മെന്റിന്റെ ഡേറ്റ് നോക്കുകയും അതിനനുസരിച്ച് അവർ ഏത് മെത്തേഡ് വേണമെങ്കിലും അവർക്ക് ചൂസ് ചെയ്ത് വരാം. ഇനി ഫൈനൽ അസസ്മെന്റ് നടത്തിയാൽ ക്ലോഷർ ഓഫ് നോൺ കംപ്ലൈൻസസ് ഇൻക്ലൂഡിംഗ് റിവ്യൂ ബൈ അസസർ വിത്തിൻ 3 months. അതായത് ഈ ഒരു ഫൈനൽ അസസ്മെന്റിന്റെ റിപ്പോർട്ട് അവലോകനം ചെയ്ത് അവിടെയുള്ള പോരായ്മകൾ പരിഹരിക്കാനായിട്ട് ഒരു 3 മാസത്തെ സമയം അവർ കൊടുക്കുന്നുണ്ട്. ആ ഒരു 3 മാസത്തിനുള്ളിൽ അവർ ആ പറയുന്ന കാര്യങ്ങളെല്ലാം, ന്യൂനതകളെല്ലാം പരിഹരിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എവിഡൻസും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്താൽ അത് കഴിഞ്ഞുള്ള ആ 3 മാസത്തിനുള്ളിൽ ഈ പറയുന്ന അസസേഴ്സ് എന്ത് ചെയ്യുന്നു, അവലോകനം ചെയ്യുന്നു. ക്ലിയർ ആണോ? ഇത്രയും വരെയും ഓക്കെ ആണോ? ഇത്രയും വരെ ഓക്കെ ആണോ എല്ലാവർക്കും? നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആയതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽ പറയാത്തത് സർ. ഓക്കെ. അതിനുശേഷം റിവ്യൂ ഓഫ് അസസ്മെന്റ് റിപ്പോർട്ട് ബൈ അക്രഡിറ്റേഷൻ കമ്മിറ്റി. ഇനി എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന അസസ്മെന്റ് റിപ്പോർട്ട്, അപ്പം അവരതിന്റെ പോരായ്മകളൊക്കെ പരിശോധിച്ചു, അതിനു വേണ്ടിയുള്ള എവിഡൻസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അതിനുശേഷം ആ ഒരു അസസ്മെന്റ് റിപ്പോർട്ട് കൃത്യമായിട്ട് ആ അക്രഡിറ്റേഷൻ കമ്മിറ്റി ഒന്നുകൂടി വിലയിരുത്തുന്നു. അതിനുശേഷം അവർക്ക് എന്ത് കൊടുക്കും? ഓക്കെ ആണെങ്കിൽ എന്ത് കൊടുക്കും? അപ്രൂവൽ ഓഫ് അക്രഡിറ്റേഷൻ ഓർ അതർവൈസ് ആൻ ഇഷ്യൂവൻസ് ഓഫ് എന്താണ് അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് അപ്രൂവൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു. Then അടുത്തതാണ് സർവൈലൻസ് ഇന്റിമേഷൻ സെൻഡ് ബൈ NAB സെക്രട്ടേറിയറ്റ് അറ്റ് ദ എൻഡ് ഓഫ് 12 to 18 months ഓഫ് അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് എന്നാണോ അക്രഡിറ്റേഷൻ കിട്ടിയിരിക്കുന്നത് അത് മുതൽ 12 മുതൽ അല്ലെങ്കിൽ 18 മാസത്തിനുള്ളിൽ സർവൈലൻസ് ഇന്റിമേഷൻ സെറ്റ് ചെയ്യും. അതായത് കൃത്യമായിട്ട് അവർ എന്തൊക്കെയാണോ അവിടെ ആ ഒരു സർവൈലൻസിന് അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു അസസ്മെന്റിനായിട്ട് പിന്നീട് വരാൻ പോകുന്നത്, അത് ആദ്യത്തെ 12 മുതൽ 18 മാസത്തിനുള്ളിലായിരിക്കും ആ ഒരു NAB സെക്രട്ടേറിയറ്റ് ആ ഒരു ഇന്റിമേഷൻ, ആ ഒരു അറിയിപ്പ് നൽകുകയും അതിനനുസരിച്ച് കണ്ടക്ട് ഓഫ് സർവൈലൻസ് അസസ്മെന്റ് ആ പറഞ്ഞ ഡേറ്റിനനുസരിച്ച് അവർ ആ ഒരു സർവൈലൻസ് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. 20 to 24 months ഇൻ കേസ് ഓഫ് 4 year. അതായത് 4 വർഷത്തെ വാലിഡിറ്റിയുള്ള സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ 20 മുതൽ 24 മാസത്തിനുള്ളിലായിരിക്കും അവിടെ ആ ഒരു സർവൈലൻസ് അസസ്മെന്റ് നടത്തുക. എന്നാൽ 3 വർഷത്തെ വാലിഡിറ്റിയുള്ള സർട്ടിഫിക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ഒരു അക്രഡിറ്റേഷൻ സൈക്കിൾ 3 വർഷത്തേക്കാണെങ്കിൽ 15 മുതൽ 18 മാസത്തിനുള്ളിലൊക്കെ ഈ ഒരു സർവൈലൻസ് അസസ്മെന്റ് നടത്താറുണ്ട്. ക്ലിയർ ആണോ? ഒരു അസസ്മെന്റ് റിപ്പോർട്ട് ആ ഒരു അക്രഡിറ്റേഷൻ കമ്മിറ്റി റിവ്യൂ ചെയ്തു. അതിനുശേഷം ആ ഒരു അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു അംഗീകാരം അപ്രൂവ് ചെയ്തു. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുത്തു. ഇനി ആ ഒരു സർവൈലൻസ് ഇങ്ങനെ ഈ ദിവസം നമ്മൾ ആ ഒരു അസസ്മെന്റിനായി വരുന്നു എന്നുള്ള ഒരു അറിയിപ്പ് കൊടുക്കും. അതെന്ന് മുതൽ ആ അക്രഡിറ്റേഷൻ കിട്ടി 12 മുതൽ 18 മാസത്തിനുള്ളിലായിരിക്കും. അപ്പൊ അവിടെ 4 വർഷത്തെ ഒരു സൈക്കിൾ അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ സൈക്കിൾ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ 20 മുതൽ 24 മാസത്തിലാണ് മിക്കവാറും ആ ഒരു സർവൈലൻസ് അസസ്മെന്റ് നടത്താറ്. ആ ഒരു ഇന്റിമേഷൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ അറിയിപ്പ് കൊടുക്കുന്നതാണ് 12 മുതൽ 18 മാസത്തിനുള്ളിൽ. അവിടെ ആ ഒരു സർവൈലൻസ് നടത്തുന്നത് 20 മുതൽ 24 മാസത്തിനുള്ളിലായിരിക്കും. അത് 4 വർഷത്തെ സൈക്കിൾ ആണെങ്കിൽ. 3 വർഷത്തേക്കാണ് വാലിഡിറ്റി കൊടുത്തിരിക്കുന്നതെങ്കിൽ 15 മുതൽ 18 മാസത്തിനുള്ളിലൊക്കെ നമ്മൾ ഈ ഒരു സർവൈലൻസ് അസസ്മെന്റ് നടത്താറുണ്ട്. ക്ലിയർ ആണോ? ഇത്രയും വരെ ഓക്കെ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ. ഇനി അടുത്തത് റിവ്യൂ ബൈ
അക്രഡിറ്റേഷൻ ഓർ അതർവൈസ്. അപ്പൊ ഈ ഒരു സർവൈലൻസ് നടത്തുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ, അവിടെ ലാബിന്റെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ കൃത്യമായിട്ട്. അതാ മിസ് പറഞ്ഞു, ഇതിന്റെ ആ ഒരു സ്റ്റെപ്പ് ഓരോന്നും ഏതാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ്, അതായത് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്തത് എന്ത് വരും എന്ന് മനസ്സിലായി. നമ്മള് ഫ്ലോ ചാർട്ട് ഒക്കെ എഴുതുമ്പോൾ ഓരോ സ്റ്റെപ്പുകളൊക്കെ മിസ്സാക്കിയൊക്കെ പോവാറില്ലേ, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഏതാണ് എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ലേ. അതേ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആയിരിക്കും അവിടെ എവിടെയും കാണാം. അപ്പൊ നോക്കിയേ, റിവ്യൂ ബൈ അക്രഡിറ്റേഷൻ കമ്മിറ്റി ആൻഡ് കണ്ടിന്യൂവേഷൻ ഓഫ് അക്രഡിറ്റേഷൻ ഓർ അതർവൈസ്. ഇവിടെ എന്ത് ചെയ്യുന്നു, അക്രഡിറ്റേഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അവർ വന്ന് അവർ ആ ഒരു എന്താണ് സർവൈലൻസ് അസസ്മെന്റ് നടത്തിയല്ലോ, അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ ഒന്നുകൂടി റിവ്യൂ ചെയ്യുന്നു. അവിടെ ആ ഒരു അക്രഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നു. Then അടുത്തതാണ് റിന്യൂവൽ ഇന്റിമേഷൻ സെൻഡ് ബൈ നാബ് സെക്രട്ടേറിയറ്റ് 1 year before expiry of accreditation. ഇനിയിപ്പോ എക്സ്പയറി ഡേറ്റ് ആവുന്നതിന് 1 വർഷം മുൻപ് തന്നെ നാബിന്റെ സെക്രട്ടേറിയറ്റ് നാബിന്റെ എക്സ്പയറി ഡേറ്റ് കഴിയാറായി, നിങ്ങൾക്ക് റിന്യൂ ചെയ്യാനുള്ള ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്, 1 വർഷത്തെ കൂടിയുള്ള സമയമുള്ളൂ എന്ന് ഒരു അറിയിപ്പ് നൽകും. ഇനി അപ്ലൈ ഫോർ റിന്യൂവൽ ഓഫ് അക്രഡിറ്റേഷൻ ബിഫോർ 6 months. ഇനി അവർക്ക് അങ്ങനെ 1 വർഷം മുൻപ് ആ ഇന്റിമേഷൻ കൊടുത്താൽ അറിയിപ്പ് കൊടുത്തിട്ടുണ്ടാകും, പക്ഷെ അവർ പുതുക്കാനുള്ള അപേക്ഷ 6 മാസത്തിന് മുൻപ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ 6 മാസത്തിന് മുൻപ് തന്നെ അവരൊരു റിന്യൂവലിന് വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെ ആപ്ലിക്കേഷൻ റിന്യൂവലിന് കൊടുത്താൽ പിന്നെയും ഇതേ പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ആപ്ലിക്കേഷൻ ഫോം മേടിക്കണം, ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം, ആപ്ലിക്കേഷൻ ഫീസ് സബ്മിറ്റ് ചെയ്യണം, പിന്നെ അതിന് കഴിഞ്ഞുള്ള എല്ലാ പ്രൊസീജിയേഴ്സും ചെയ്യണം. ഇനി അതിന്റെ നടുക്കൊരു ബോക്സ് കൊടുത്തിരിക്കുന്നുണ്ടോ, continuous monitoring of processes by NAB secretariat and provide necessary feedbacks as required. അതായത് ഈ ഏതൊരു മെത്തേഡിന്റെ അവര് ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു മോണിറ്ററിംഗ് നടത്തുന്നുണ്ട്, നിരീക്ഷണം നടത്തുന്നത്. ഈ പറയുന്ന സർവൈലൻസ് അസസ്മെന്റ് 1-2 പ്രാവശ്യം നടത്തുന്നത് മാത്രമല്ല, അല്ലാതെ തുടർച്ചയായിട്ട് ഇവർ ഇടയ്ക്കിടയ്ക്ക് പരിശോധനകൾ കാര്യങ്ങളൊക്കെ നടത്തി തുടർച്ചയായിട്ട് ആ ഒരു മോണിറ്ററിംഗ് പ്രോസസ്സ് നടത്തുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള ഫീഡ്ബാക്സ് ആവശ്യമാണെങ്കിൽ അത് നൽകുകയും ചെയ്യുന്നുണ്ട്. ഒന്ന് വേഗം ഒന്ന് നോക്കി അക്രഡിറ്റേഷൻ പ്രോസസ്സ്. നമ്മൾ പഠിച്ച പോയിന്റ്സ് ഒക്കെ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നത് മാത്രം കേട്ടോ, ഒരു ഫ്ലോ ചാർട്ട് പോലെ പറയുന്നത് മാത്രം. ഓക്കെ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ മിസ്സിന്റെ ഈ ഒരു ചാപ്റ്റർ മിസ്സിന്റെ ഭാഗം കംപ്ലീറ്റ് ആണ് കേട്ടോ. അക്രഡിറ്റേഷന്റെ ഫസ്റ്റ് ഭാഗമാണ് എടുത്തത്. ഇനി നമ്മള് നെക്സ്റ്റ് മോഡ്യൂളിലേക്ക് കടക്കുകയാണ്. ഈ മോഡ്യൂളില് നെക്സ്റ്റ് മോഡ്യൂളിലേക്ക് കടക്കുകയാണ്, 6th മോഡ്യൂളിലേക്ക് കടക്കുകയാണ് കേട്ടോ. 6th മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ മറ്റു ടീച്ചേഴ്സ് ഒക്കെ അല്ലെ? സ്റ്റാർട്ട് ചെയ്തില്ലേ? മിസ്സിന്റെ ചാപ്റ്റർ ആദ്യം എടുക്കാൻ പോകുന്നത് ചാപ്റ്റർ 6 ആണ് കേട്ടോ. സിമ്പിൾ ഒരു ചാപ്റ്റർ ആണ് ചാപ്റ്റർ 6. സിക്സ്ത് മോഡ്യൂൾ ആണ് കേട്ടോ. 6th മോഡ്യൂൾ ആണ്. നെക്സ്റ്റ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. ചാപ്റ്റർ 6 കേട്ടോ. 6th മോഡ്യൂളിലെ ചാപ്റ്റർ 6 കേട്ടോ. ജനറൽ ഫോംസ് ഇൻ ഹോസ്പിറ്റൽ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. പേജ് നമ്പർ
പേജ് നമ്പർ ഇല്ലല്ലോ. ഓക്കെ, അപ്പോ ജനറൽ ഫോംസ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരുപാട് ഫോമുകളൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലെ. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഫോമുകൾ ഫില്ല് ചെയ്യാറുണ്ട്, അല്ലാത്ത മറ്റെന്തെങ്കിലും ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഫോമുകൾ ഫില്ല് ചെയ്യാറുണ്ട് അല്ലെ, ചെയ്തിട്ടില്ലേ? അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ജനറൽ ആയിട്ടുള്ള ഫോംസ് ആണ് നമ്മൾ ഇതിൽ പറയുന്നത്. എല്ലാ ഫോംസും ഉൾപ്പെടുന്നില്ല, കുറച്ച് പൊതുവായിട്ട് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് ഫോമുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഓക്കെ, അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കി, ഫസ്റ്റ് വൺ ആണ് ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ ഫോം. അങ്ങനെ ഒരു 2-3 ടൈപ്പ് ഫോമുകൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, ചെറിയൊരു ചാപ്റ്റർ ആണ്, അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വരാത്തൊരു ചാപ്റ്റർ ആണ്. കാരണം ഫോമുകൾക്ക് കൂടുതലും ഇതില് നമുക്കൊരു മോഡലുകളാണ് തന്നിരിക്കുന്നത്. ഒരു ഫോം എന്താണ്, അത് ഫോം മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. നോക്കി, ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലെ. ഒരു പുതിയതായിട്ടുള്ള ഒരു പേഷ്യന്റ് ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടാവില്ലേ? എന്തൊക്കെയാണ് രജിസ്ട്രേഷൻ ഫോമില് ഫില്ല് ചെയ്ത് കൊടുക്കാറ്? എന്തൊക്കെ കാര്യങ്ങളാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്? പേരുണ്ടാവും, നെയിം, അഡ്രസ്, ഏജ്, പിന്നെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അല്ലെ. ഫോൺ നമ്പർ ഉണ്ടാവും. പിന്നെ എന്താ ഉണ്ടാവുക? മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവോ? നമ്മൾ ഫില്ല് ചെയ്യേണ്ട കുറച്ച് ഡേറ്റ്, സെക്സ്, അതുപോലെ തന്നെ വേറെന്താണ്? മെയിൽ ഓർ ഫീമെയിൽ ആണോ? ഇൻഷുറൻസ് ഉണ്ടോ? ശരിയാണ്, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അഡ്രസ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഒക്യുപേഷൻ, എന്ത് തൊഴിൽ ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അതല്ലാതെ മെഡിക്കൽ ഹിസ്റ്ററി, അത് നമ്മളല്ല, കൂടുതലും അവര് തന്നെയാണ് നമ്മളോട് ചോദിച്ച് ഫില്ല് ചെയ്യാറ് അല്ലെ. നമ്മൾ ജസ്റ്റ് ആ ഒരു പേഴ്സണൽ ഇൻഫർമേഷൻസ് കൊടുക്കാറാണ് പതിവ്. പിന്നെ അവർ തന്നെയായിരിക്കും കൂടുതലും മറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അല്ലെ. നോക്കി, ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ ഫോം ആണ് ആദ്യമായിട്ട് പഠിക്കുന്നത്. നമ്മളൊക്കെ കണ്ടിട്ടുള്ള രജിസ്ട്രേഷൻ ഫോമുകൾ തന്നെ. നോക്കി, patient registration is a complex process that requires a considerable amount of preliminary patient data input, including collection of patient demographic information, including personal and contact information. നമുക്കറിയാം പേഷ്യൻസിന്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് പ്രോസസ് ആണ് അല്ലെ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡേറ്റാസ് ഇൻപുട്ട് ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാനുണ്ട്, അതിനനുസരിച്ച് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനുണ്ട്. അതൊരു കോംപ്ലക്സ് പ്രക്രിയ തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് റിക്വയർഡ് എമൗണ്ട് ഓഫ് പ്രിലിമിനറി പേഷ്യന്റ് ഡേറ്റ, ഒരു പ്രാഥമികമായിട്ട് പേഷ്യൻസിനെ കുറിച്ച് ഒരു പ്രാഥമിക ഡേറ്റാസ് ആവശ്യമാണ്. ഇൻക്ലൂഡിങ് collection of patient demographic information, അതായത് പേഷ്യൻസിന്റെ പേഴ്സണൽ ആൻഡ് കോണ്ടാക്ട് ഇൻഫർമേഷൻസ്, അതായത് നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ്, ഒരു പേഷ്യന്റിനെ കുറിച്ചുള്ള നോൺ ക്ലിനിക്കൽ ഡീറ്റെയിൽസ് എന്തൊക്കെ വരാം? അവരുടെ നെയിം വരാം അല്ലെ, ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻസ് ആണ് പറയുന്നത്. നെയിം വരാം, അവരുടെ അഡ്രസ്, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ്, ഏജ് അല്ലെ, സെക്സ്, ജെൻഡർ, അങ്ങനെയുള്ള എല്ലാ തരത്തിലുമുള്ള പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അതുപോലെ കോണ്ടാക്ട് ഇൻഫർമേഷൻസും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ പേഷ്യന്റ് റെഫറൽ ഓർ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് ഏതൊക്കെയാണ്, അതിനനുസരിച്ച് നമ്മൾ പേഷ്യൻസിന് റെഫറൽ കിട്ടിയിട്ടാണ് വരുന്നതെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോയിന്റ്മെന്റ് എന്നത്തേക്കാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അത് നമ്മൾ കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തും. കളക്ഷൻ ഓഫ് പേഷ്യന്റ് ഹെൽത്ത് ഹിസ്റ്ററി, പേഷ്യൻസിന്റെ ഹെൽത്ത് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചും ഇതിലൊരു രേഖപ്പെടുത്തൽ ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ പോലെ, ഒരു മോഡല് പോലെ കാണിച്ചിരിക്കുന്നതാണ് ഈ ഒരു ഫോം. നോക്കിയേ, അപ്പൊ അതില് നോക്കി നിങ്ങൾ ഫസ്റ്റ് തന്നെ മെഡിക്കൽ പ്രാക്ടീസ് നെയിം, ന്യൂ പേഷ്യന്റ് രജിസ്ട്രേഷൻ ഫോം ആണ്. അപ്പൊ അതില് നെയിം ഉണ്ടാവും, അഡ്രസ്, സിറ്റി, സ്റ്റേറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് ഉണ്ടെങ്കിൽ ഇമെയിൽ അഡ്രസ്, ഓക്യുപേഷൻ, എംപ്ലോയർ, ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന കാര്യമാണ് അല്ലെ. മാരേജ് സ്റ്റാറ്റസ്, മാരീഡ് ആണോ, സിംഗിൾ ആണോ, ഈ സ്പൗസ്, നമ്മുടെ ഫാദർ, ഹസ്ബൻഡ് നെയിം ആണെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ആണെങ്കിൽ അവരുടെ പേരുകള്, അതുപോലെ എമർജൻസിക്ക് നമുക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പറുകൾ കൊടുക്കാം. അതുപോലെ ആരുടെ നമ്പറാണ് കൊടുക്കുന്നത് അവരും ഈ പേഷ്യന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൊടുക്കണം. ഇനി ഇപ്പൊ പേഷ്യന്റ് മൈനർ ആണ്, 18 വയസ്സിന് താഴെയാണ് ആ പേഷ്യന്റ് എങ്കിൽ അതിന് അവരുടെ പാരന്റ് അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള ഗാർഡിയന്റെ പേരും ഫോൺ നമ്പറുമാണ് കൊടുക്കേണ്ടത്. ഇത്രയും നമ്മുടെ പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ ആണ് അല്ലെ.
പൊതുവായിട്ടുള്ള അവരുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ആയിട്ടാണ് എടുക്കുക. അടുത്തത് ഇൻഷുറൻസ് ഇൻഫർമേഷൻ. ഇൻഷുറൻസുകളുള്ള ആളുകളാണെങ്കിൽ അവരുടെ ഇൻഷുറൻസ് കമ്പനി ഏതാണ്, ഇൻഷുറൻസ് കമ്പനിയുടെ ID ഏതാണ്, ഏത് പ്ലാൻ ആണ് ചെയ്യുന്നത്, ഏത് ഗ്രൂപ്പ് പ്ലാൻ ആണ് ചെയ്യുന്നത്, പോളിസി ഹോൾഡർ ആരാണ്, ആ പോളിസി ഹോൾഡർ ആയിട്ടുള്ള വ്യക്തി, അവരുടെ പേര്, പോളിസി ഹോൾഡറുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ പോളിസി ഹോൾഡറുടെ എംപ്ലോയർ, പോളിസി ഹോൾഡേഴ്സ് എംപ്ലോയർ അവർ ഏത് തൊഴിലാണ് ചെയ്യുന്നത്. അതുപോലെ ചിലപ്പോ നമുക്കിപ്പോ ഫാമിലിയിൽ ഇപ്പൊ നമ്മുടെ ചിലപ്പോ ഫാദറിന്റെ അച്ഛന്റെ പേരിലായിരിക്കും ചിലപ്പോ ആ ഒരു പോളിസി ഹോൾഡർ അച്ഛനായിരിക്കും അല്ലെ. അതിന്റെ കീഴിലുള്ള ഫാമിലി ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ ഒരാളുടെ പേരിലായിരിക്കുമല്ലോ ആ ഹോൾഡറുടെ പേരായിട്ട് വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി ആരാണോ അത് അവരും ഈ പേഷ്യന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, പ്രൈമറി കെയർ ഫിസിഷ്യൻ ആരെയാണ് നമ്മൾ പ്രൈമറി കെയർ ഫിസിഷ്യൻ ആയിട്ട് വെച്ചിരിക്കുന്നത്, അവരുടെ ഫോൺ നമ്പർ, പ്രിഫേർഡ് ആയിട്ടുള്ള ഫാർമസി ഏതാണോ അത്, അതുപോലെ ഫാർമസിയുടെ ഫോൺ നമ്പർ, അങ്ങനെ ആ ഒരു ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റുകൾ കിട്ടുള്ളൂ. അടുത്തത് മെഡിക്കൽ ഹിസ്റ്ററി നമ്മളോട് ചോദിക്കാറുണ്ട് അല്ലെ. ഈ റീസൺ ഫോർ വിസിറ്റിംഗ് എന്താണ് നിങ്ങൾക്ക് എന്ത് അസുഖമായിട്ട് വന്നിരിക്കുന്നത് ചോദിക്കാറില്ലേ. രജിസ്ട്രേഷൻ ചെയ്യുന്നവിടെ ചെല്ലുമ്പോ ഏത് ഡോക്ടറെ കാണാനായി, എന്താണ് അസുഖം എന്ന് ചോദിക്കാറില്ലേ. നമ്മൾ നമ്മുടെ ഇന്ന ബുദ്ധിമുട്ടാണ് എന്ന് പറയും അല്ലെ. അവർ കൃത്യമായിട്ട് അതായത് ഡോക്ടേഴ്സിനെ റെഫർ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഇന്ന ഡോക്ടറെയാണ് കാണാൻ വന്നിരിക്കുന്നതെങ്കിൽ അത് പറഞ്ഞാൽ മതി അല്ലെ. Then please list any current or past medical problems and approximate date. ഇനി ഇവർക്ക് നിലവിലോ അല്ലെങ്കിൽ മുൻപോ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട്, അതായത് ചിലപ്പോ അതിന് മുൻപ് അടുത്ത ദിവസങ്ങളിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അവർക്ക് എന്തെങ്കിലും ഹാർട്ട് അറ്റാക്കോ മുതലായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള മെഡിക്കൽ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവരെ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഡേറ്റ്, അതായത് വളരെ കൃത്യമായിട്ടുള്ള ഡേറ്റ് ചിലപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ ഏകദേശം ഡേറ്റും കാര്യങ്ങളും ഒക്കെ വെച്ചവിടെ പ്രത്യേകമായിട്ട് ലിസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ പ്ലീസ് ലിസ്റ്റ് ഓൾ കറന്റ് മെഡിക്കേഷൻ ഡോസേജ് ആൻഡ് ഡ്യൂറേഷൻ. ഇപ്പോ BP ഉള്ളവര് അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻസ് അവരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചില മരുന്നുകൾ കഴിക്കുന്ന ആളുകളായിരിക്കും അല്ലെ. കാരണം കറന്റ് നിലവിൽ അവർ എന്തൊക്കെ മരുന്നുകൾ കഴിക്കുന്നുണ്ടോ, എത്ര ഡോസേജിലാണ് കഴിക്കുന്നത്, എത്ര ഡ്യൂറേഷൻ, എത്ര നാളായി അത് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാകണം. അതുപോലെ തന്നെ പ്ലീസ് ലിസ്റ്റ് എനി അലർജീസ് ടു മെഡിക്കേഷൻ. മെഡിക്കേഷനുമായി ബന്ധപ്പെട്ട മരുന്നുകളുമായി ബന്ധപ്പെട്ട് അലർജി ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ മരുന്നുകൾക്കാണ് അലർജി എന്നറിയാമെങ്കിൽ അതും ഒക്കെ ഇവിടെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. ഇങ്ങനെയുള്ള എല്ലാം മെഡിക്കൽ ഹിസ്റ്ററി, ഇൻഷുറൻസിന്റെ ഇൻഫർമേഷൻസ്, പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഒരു പുതിയ പേഷ്യന്റ് രജിസ്ട്രേഷൻ ഫോം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എളുപ്പമല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ ഫോം. ഒന്നാമതാണ് ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ ഫോം. അപ്പൊ ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള ഫോമുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല, കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് മണ്ണം മാത്രമേ പഠിക്കുന്നുള്ളൂ കേട്ടോ. അതിൽ ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ ഫോമിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, പേഷ്യൻസിന്റെ നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, പേഷ്യൻസിന്റെ പേഴ്സണൽ ആയിട്ടുള്ളത്, കോൺടാക്ട് ഇൻഫർമേഷൻസ്, റെഫറൽ ഉണ്ടെങ്കിൽ അത്, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ പേഷ്യന്റിന്റെ ഹെൽത്ത് ഹിസ്റ്ററി, ഇൻഷുറൻസ് ഡീറ്റെയിൽസ് മുതലായ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ ഫോമിൽ രേഖപ്പെടുത്തിയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണോ അത്? ഓക്കെ, ആ ഫോം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇതൊരു നിങ്ങൾക്കൊരു മോഡല് പോലെ കാണിച്ചിരിക്കുന്നതാണ്. ഏതൊക്കെ വരും, എന്തൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാറില്ല കേട്ടോ. ജസ്റ്റ് നിങ്ങൾ ഈ പറയുന്ന ഇൻഫർമേഷൻസ് കൊടുത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സി ഫോം ആണ്. സി ഫോം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം, കാരണം അത് കുറച്ചൊന്ന് പറഞ്ഞു തരാനുണ്ട്. അത് എന്താണ് ഏതാണെന്ന് നമുക്ക് നിങ്ങൾ പരിചയമില്ലാതാണ്, നമ്മൾ ചെയ്യാത്തൊരു കാര്യം, ഒരു ഫോമാ സി ഫോം. അപ്പൊ അത് എന്താണെന്നുള്ളതും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇത്രയും വരും ഈ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് വായിച്ചിട്ട് വന്നേ. താങ്ക് യു.